അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ വീടായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വേറെ ആളുകൾ ചെയ്ത വീഡിയോസ് ഉണ്ട്, മറ്റ് മതത്തിലെ ആളുകൾ ചെയ്ത വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു വീടെടുക്കാൻ ഒരുങ്ങുന്ന ആൾ എന്താണ് ഇതിൽ പരിഗണിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ഇതിൽ വിശ്വസിക്കും, അതാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ വീടെടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ എങ്ങനെ ഇത് പരിഗണിക്കും, എങ്ങനെ ഇതിൻ്റെ കാര്യങ്ങൾ ഇതാക്കും. ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ എനിക്ക് ഇത് കാര്യത്തിൽ ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം നമ്മൾ മുമ്പൊരു വീടെടുത്തിട്ട് അപ്പോൾ അത് താമസിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ പിന്നീടൊരു വീട്ടിലേക്ക് മാറി താമസിച്ചു. ഇപ്പം ഞാൻ വീടെടുക്കാൻ പോകുമ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ഞാൻ നല്ല പരിഗണിച്ച് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത്. അപ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ വിശ്വസിക്കല്ല വേണ്ടത്, ഇത് നമ്മൾ പരിഗണിക്കുകയാണ് വേണ്ടത്. ഇതിനെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് പരിഗണിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് നമ്മളതിന്, അല്ലാതെ ഇതിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ മതത്തിൻ്റെ ഒരു പ്രശ്നം പോലെ ഉള്ളത്, അല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തിൽ ഒരു ട്രസ്റ്റ് എന്നുള്ളതിലുള്ള ഇതിലെ കാര്യം നമ്മളിതിനെ പരിഗണിക്കുക. അതായത് ഇപ്പോൾ നമ്മളൊരു സ്ഥലം എടുക്കാൻ, ഇപ്പോൾ ഞാനൊരു സ്ഥലം എടുക്കാൻ പോവുകയാണെങ്കിൽ എൻ്റെ ഒരു ഇച്ഛകളുണ്ടാവില്ല, എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, റോഡിൽ നിന്ന് ഇത്ര അകലം വേണം, ഇത്ര വീതിയുള്ള റോഡ് വേണം, അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ പൈസ, എൻ്റെ ആവശ്യങ്ങൾ ഇതൊക്കെ മീറ്റ് ചെയ്യുന്ന അതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും ഞാനൊരു സ്ഥലം എടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ചില ആളുകൾ തെങ്ങ് വേണം, ചില ആളുകൾക്ക് പാടവക്കായിരിക്കണം, ചില ആളുകൾക്ക് പുഴവക്കായിരിക്കണം, അങ്ങനെ ഒരുപാട് കൺസേൺ ഉണ്ടാവും. അവരൊക്കെ പരിഗണിക്കുന്ന കാര്യങ്ങൾ വേറെ വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു വീട് വെക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ പരിഗണിക്കും, അതിലേക്കുള്ള റോഡ് ആക്സസിബിലിറ്റി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഫ്രണ്ടേജ് വിഭാവനം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കിച്ചൺ ഭാഗം, അല്ലെങ്കിൽ കിണർ എടുത്ത് വന്നുകൊണ്ട് നമ്മൾ എങ്ങനെ കിച്ചൺ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഭാഗത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സ്ഥലത്തിൻ്റെ, ഇപ്പോൾ ചില ആളുകൾ തെങ്ങ് പോലും സംരക്ഷിച്ചുകൊണ്ട് വീടെടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ആ പറമ്പിലുണ്ടോ ആ കാര്യങ്ങളൊക്കെ പരിഗണിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഈ കാര്യം, അതായത് ഇപ്പം ഇങ്ങനെയുള്ള ഈ നമ്മൾ പറയുന്ന ഇപ്പോൾ വാസ്തുശാസ്ത്രം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലത്തുള്ള ഒരു ഇസ്ലാമിക് ആർക്കിടെക്ചർ രീതി, ഇതിനെ നമ്മൾ പരിഗണിക്കുക, ഇതിൽ വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനപ്പുറം ഇതിനെ പരിഗണിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പരിഗണിക്കുക, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യമില്ലാതെ നമ്മളൊരു വീട് ചെയ്തതിന് ശേഷം പിന്നെ അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഇതുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ പിന്നീട് നമുക്കൊരു ഇഷ്കാല് വരിക, അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറയുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. കാരണം നമ്മളൊരു വീട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, ജീവിതത്തിൽ ഇപ്പം അല്ലെങ്കിലും നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതാണ് കാരണമെന്ന് കരുതി ഇതിന് തീർക്കാൻ വേണ്ടിയിട്ട് നടക്കേണ്ടി വരും, അല്ലെങ്കിൽ അപ്പം പൊളിക്കാൻ വേണ്ടി പറയേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരാളൊരു സ്ഥലത്തൊരു വീട് വെച്ചു, ഇപ്പോൾ ഓൾറെഡി ഉള്ള വീട്ടിൽ നിന്ന് കുറച്ച് അവരെ തന്നെ തറവാടിൻ്റെ ഒരു പറമ്പിൽ തന്നെയാണ് അവർ വീട് വെച്ച് എന്നോട് ചുറ്റുമുള്ളത്. അപ്പോൾ ഇതേപോലെ താമസിച്ചു, കുഴപ്പങ്ങളില്ലായിരുന്നു. പക്ഷേ താമസിച്ചു കുറച്ച് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഇവർ ആരോ കൂട്ടിയിട്ട് വന്നു. അപ്പോൾ അവരോട് ഇതിങ്ങോട്ട് നീങ്ങിയിട്ടായിരുന്നു വേണ്ടത്, ഇതിങ്ങോട്ട് വേണമായിരുന്നു, അങ്ങനത്തെ വേണമായിരുന്നു, അല്ലെങ്കിൽ ഇതിങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, നിങ്ങൾ തെറ്റിച്ചാൽ ചെയ്തത്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ പോയി. അവരതിനൊരു പരിഹാരം പറഞ്ഞതില്ല. അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരുന്നു വേണ്ടതെന്നുള്ള സംസാരം, അത് ഒഴിവാക്കാൻ നമുക്ക് ഏറ്റവും നല്ലത്, നമ്മളിപ്പം ഒരാൾ വിശ്വസിച്ച്, അല്ലെങ്കിൽ ഒരാളെ നമുക്ക് ആപ്റ്റാണ്, അല്ലെങ്കിൽ ഇയാൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമെന്ന് നമുക്ക് തോന്നുന്ന ഒരാളെ കൊണ്ടുവന്ന് നമ്മൾ കാര്യങ്ങൾ നോക്കിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ഇഷ്കാല് വരില്ല. നമുക്കിപ്പോൾ ആ ഭാഗത്ത് ബാത്റൂം വന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചെന്നൊരാൾ പറയുമ്പോൾ അത് ഞാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ള ആ ഉറപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ ശരിക്ക് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഇതിൽ ഓവറായിട്ട് നമ്മൾ ഇതാവല്ല വേണ്ടത്. അപ്പം ഞാൻ കാണുന്ന ആളുകൾ അങ്ങനെ, ഒന്നുകിൽ ഇതിൽ ഒരുപാട് വിശ്വാസം, ഒരു വീടെടുക്കുമ്പം താലങ്ങും ബലങ്ങും സംശയങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുത്താലും, അല്ലെങ്കിൽ അവർ ചെയ്ത് കൊടുക്കണതിലൊക്കെ ഭയങ്കര സംശയമുള്ള ആളുകൾ. ഇനി വേറൊരാളുകൾ തീരെ ഒരിതില്ലാതെ ഓല ഇഷ്ടത്തിന് ചെയ്യും, പിന്നീട് അങ്ങോട്ടായി എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളുകൾ. അപ്പം അങ്ങനെ അല്ലാതെ ഇതിനെ ഇതും കൂടി പരിഗണിക്കാം. നമ്മളിപ്പോൾ ഒരു വീടെടുക്കുമ്പോൾ മറ്റു കാര്യങ്ങളും കൂടി പരിഗണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആപ്റ്റായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ബോധ്യമുള്ള ഒരാളെ സമീപിച്ച് ഈ കാര്യങ്ങളും കൂടി നമ്മൾ പരിഗണിക്കാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴൊരു സുഖം എന്താ വെച്ചാൽ, നമുക്കിപ്പം നമ്മൾ കാറ്റിനെയും മഴനെയും വെയിലിനെയും
എല്ലാത്തിനും നമ്മൾ പരിഗണിക്കുന്നില്ലേ. അപ്പോൾ അതേപോലെ അതിൻ്റെ ഒരു വശം തന്നെയാണിത്. ഇപ്പോൾ കാറ്റ്, വെളിച്ചം, ഇങ്ങനെയുള്ള പറമ്പിൻ്റെ ദിശ, ഇതൊക്കെയാണ് നമ്മൾ ഇതിലും പരിഗണിക്കുന്നത്. അപ്പോൾ അത് പരിഗണിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ കാര്യങ്ങളും കൂടി പരിഗണിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമുക്കതിലിപ്പം ഉണ്ടല്ലോ ഒരു സുസ്ഥിരമായിട്ടുള്ള സസ്റ്റൈനബിൾ ലിവിങ് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. സുസ്ഥിരമായിട്ട് നമുക്ക് അതിൽ താമസിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ഇത്. അതല്ലെങ്കിൽ മനസ്സമാധാനത്തോട് തൃപ്തിയോട് കൂടിയിട്ട് താമസിക്കാം. നമ്മളിപ്പോൾ നല്ല എലിവേഷൻ ഭംഗി, നല്ല സ്റ്റൈലിഷായിട്ട് ഇൻറ്റീരിയർ ചെയ്തു, നല്ല മോഡേൺ ലുക്കൊക്കെ നമ്മൾ ചെയ്താലും നമുക്ക് താമസിക്കാൻ ഒരു രസമുണ്ടെങ്കിൽ മാത്രമേ ആ വീടിനൊരു നിരന്തരം, അല്ലെങ്കിൽ നമ്മളായിട്ട് ആ വീട് ചേർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ തന്നെ പല വീടുകളും നമുക്ക് നോക്കാമല്ലോ, ഒരു താമസിക്കുന്ന സമയത്ത് ഭയങ്കര ആർഭാടായിട്ടും ഭയങ്കര രസകരമായിട്ടും സന്തോഷമായിട്ടൊക്കെ ചെയ്ത വീടുകളായിരിക്കും. പക്ഷേ താമസിക്കാൻ പറ്റാത്ത വീടുകൾ, ഇപ്പോൾ നമ്മൾ തന്നെ പോയി നോക്കുന്ന വീടുകളിൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരും. ഇത്രയും നന്നാക്കി എടുത്ത വീട്ടിലേക്ക് ഇത്രയും പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ നമ്മളെ കൊണ്ടുവരുന്നത്. ഞാൻ ഇവിടെ താമസിച്ചതിൻ്റെ ശേഷം എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അതിന് എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇന്ന ആളിങ്ങനെ പറഞ്ഞു, അത് ശരിയാണോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ആളുകളെ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് തന്നെ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു പടവെടുക്കും. നമ്മൾ എന്താ ഇപ്പോൾ ഇവിടെ പറയുക, ഇത്രയും നല്ലൊരു വീടിന് നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പിന്നീട് വരാവുന്ന, അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാവർക്കും ഉണ്ടാവും. നമുക്കുണ്ടാവുന്ന ശങ്കകളുണ്ടല്ലോ. അതായത് ഇനിയിപ്പോൾ ഒരാൾ പറയണം ഇപ്പം ഇങ്ങനെയല്ല ചെയ്ത്, ഇപ്പം നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വരുന്ന ആളുകളും പോകുന്ന ആളുകളൊക്കെ പിന്നെ ശാസ്ത്രം പറയുന്ന കാലമാണ്. ആ വീട്ടിൽ അങ്ങനെ ചെയ്തു, ഇങ്ങനെ പറ്റും. ഇപ്പോൾ കെട്ടുകാരനായാലും പറയും, മറ്റും എല്ലാവരും വരും, പ്ലംബർ വരെ പറയും ഈ ഭാഗത്ത് കൂടെ പൈപ്പ് പോകാൻ പറ്റില്ല എന്നുള്ള. അപ്പോൾ അങ്ങനെയുള്ള ശങ്കകൾക്ക് എന്ത് ചെയ്യുക, ഇങ്ങൾക്കൊരു ആപ്റ്റാണെന്ന് തോന്നുന്ന ആളോട് കാര്യങ്ങൾ പരിഗണിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സൈറ്റിൽ പോയാൽ, ഇപ്പോൾ നമ്മൾ തന്നെ ആർക്കിടെക്റ്റിൻ്റെ കൂടെ സൈറ്റിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ സൈറ്റിൽ പോയി അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതിനനുസരിച്ച് ഒരു ഇത് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് അയച്ചു തരും. എന്നിട്ട് നമ്മളത് ഒന്നുകൂടി നോക്കിയതിന് ശേഷം നമ്മൾ പിന്നീട് പോയിട്ട് കുറ്റിയടിക്കും. ഇതാണ് നമ്മളൊരു രീതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഒരു വിഷയം എന്ന് വെച്ചാൽ, നമ്മളിതിനെ കറക്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി പിന്നീട് നമുക്കൊരു ഇഷ്കാലില്ല എന്നുള്ളൊരു വിഷയം നമുക്കിതിൽ ഉറപ്പിക്കാൻ പറ്റും. ഇതിലൊരു വിഷയം എവിടെ വെച്ചാൽ, നമ്മളിപ്പോൾ ഇത് വിശ്വസിച്ച് ഇതിൻ്റെ അങ്ങനെയല്ല ഇതിൻ്റെ കാര്യം. നമ്മളിതിനെ പരിഗണിച്ച് ചെയ്യാനുള്ള ശ്രമത്തിലേക്ക് പോകും. അല്ലാതെ ചില ആളുകൾ ഓവർ പരിഗണിക്കുന്ന ആളുകളുണ്ട്, പരിഗണിക്കല്ല, ഓവർ വിശ്വാസം, ഇതിലങ്ങോട്ട് വിശ്വസിക്കുക, എനിക്ക് എല്ലാ കാര്യം ഇതുകൊണ്ട് തന്നെ വന്നത് അങ്ങനെ വിശ്വസിച്ച് അസുഖമായാലും എല്ലാം അതിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനല്ല, നമ്മളിതിനെ പരിഗണിച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പിന്നീട് ഒരു ഇഷ്കാല് വരികയാണെങ്കിൽ പ്രശ്നം ഉണ്ടാകും. നമ്മൾ ആദ്യമായിട്ട് ചെയ്ത വീഡിയോ ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ കാണും, ഫസ്റ്റ് വീഡിയോ. അതിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരാൾ നമ്മളോട് വിളിച്ചിട്ട് പറഞ്ഞത്, അങ്ങനെ ഞാൻ കുവൈത്തിലുള്ളത്, ഞാൻ വീട് വെച്ചിട്ട് ഇപ്പോൾ ഒരു 9 മാസമായി താമസാക്കിയിട്ട്, പക്ഷേ എനിക്ക് ആകെ പ്രശ്നങ്ങളാണ്. ഞാനിപ്പോൾ ഗൾഫിലേക്ക് വന്നിട്ട് ഒരു 4 മാസമായി. 5 മാസം നാട്ടിൽ വീടൊക്കെ പൂർത്തിയായി, മകളെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വന്നതാണ്. ഇവിടെ ഗൾഫിലേക്ക് വന്നതാണ്. ഇവിടെ ആകെ പ്രശ്നങ്ങളാണ്. 4-5 കടകളുണ്ട്, അതിൽ 3-4 കടകളിൽ പ്രശ്നം, മറ്റ് കടകൾ 2 കട പൂട്ടി, ഒരു കട ഇനി പൂട്ടാനായിട്ട് നിൽക്കുന്നു. ഇവിടെ ആകെ പ്രശ്നങ്ങളാണ്. എനിക്ക് ആകെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. വീട്ടുകാരോട് പറയുമ്പോൾ വീട്ടുകാരൊക്കെ എങ്ങനെ, ഉമ്മ നീ നോക്കാതെ ചെയ്തിട്ടാണ്, ഭാര്യയും പറയും ഞാൻ നോക്കാതെ ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ കാരണവരെ മകനെ പറഞ്ഞേക്കാം, നിങ്ങളൊന്ന് വീടൊന്ന് നോക്കൂ. അങ്ങനെ അവർ പറഞ്ഞു വെച്ചത് ഞാൻ വീട് പോയിട്ട് നോക്കി. അപ്പോൾ അവരെ കണ്ടീഷനിൽ എൻ്റെ അഭിപ്രായത്തിൽ ആ വീടിനൊരു പ്രശ്നമൊന്നുമില്ല. അവർ നോക്കിയിട്ടില്ലെങ്കിലും അങ്ങനെ ഇവർ പറയുന്ന കുഴപ്പങ്ങളൊന്നും ആ വീട്, അല്ലെങ്കിൽ ഇപ്പം ഇവർ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അപ്പോൾ പിന്നീട് ഇപ്പം നടന്നുകൊണ്ടല്ലോ, ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പം നോക്കിയിട്ടില്ല, മകനെതിരൊന്നും വിശ്വാസമില്ല, നോക്കിയിട്ടില്ല എന്ന് കരുതുന്ന ഉമ്മ അല്ലെങ്കിൽ ഭാര്യ, ഇവരിങ്ങനെ നിരന്തരം എന്ത് പ്രശ്നം ഉണ്ടായാലും, ഒരു ചെറിയ കത്തി കൊണ്ട് കൈ തട്ടിയാൽ പോലും ഇതാണ് പ്രശ്നം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ചെയ്യും. അപ്പോൾ ഇവരെ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരുടെ പ്രശ്നം അവരോട് സംസാരിച്ച് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെന്താ സംഭവിച്ചെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, അവർ വീടിൻ്റെ ഒരു സ്ട്രെച്ചറാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പോൾ ആ സ്ട്രെച്ചറിൻ്റെ പണി കഴിഞ്ഞപ്പോഴാണ് തേപ്പും കൂടി ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ മകളെ കല്യാണം ശരിയായി. അപ്പോൾ ഒരു 3 മാസം ടൈം ഉണ്ടായിരുന്നു. മകൾ പെട്ടെന്ന് വീടിൻ്റെ പണികൾ തീർത്ത് മകളെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ പോയത്. അപ്പോഴത്തേക്ക് ഇപ്പം നമ്മളെ കമ്പനിയിൽ നിന്ന്, അല്ലെങ്കിൽ ഇവരെ കച്ചവടത്തിൽ നിന്ന് ഒരുപാട് പൈസ ഇങ്ങോട്ട് മറിഞ്ഞു. ഒരുപാട്, അതായത് കച്ചവടം റൊട്ടേഷൻ ആവാനുള്ള പൈസ ഒക്കെ ഇയാൾ വീട്ടിലേക്ക് എടുത്തു. പിന്നെ രണ്ടാമത്തെ വിഷയം, അവിടെ നാഥനില്ലാതെ പല ആളുകൾ നോക്കി കച്ചവടം കൃത്യമായിട്ട് മുന്നോട്ട് പോവാതെയാണ് അത് പൂട്ടിപ്പോയത്.
അറബിക്ക് 2 കടകൾ അറബി വന്ന് പൂട്ടിച്ചതാണ്, പൈസ അറബിക്ക് മാസം കിട്ടാഞ്ഞിട്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അപ്പം മൂപ്പർക്ക് ഈ പ്രശ്നം മനസ്സിലായി അതിലേക്ക് മുന്നിട്ടിറങ്ങി. എൻ്റെ പ്രശ്നം വീടിൻ്റെ ഒന്നല്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളാണിത് മനസ്സിലാക്കി അതിലേക്ക് ഇറങ്ങാൻ ഇയാൾക്ക് ഒരു ഇത് കിട്ടുന്നില്ല. ഇയാളും ഒരു ഘട്ടത്തിൽ ഇങ്ങനെ തോന്നിപ്പോയി, ഞാൻ ഇനി വീട് ഇങ്ങനെ ചെയ്തുകൊണ്ടാണോ എനിക്ക് പ്രശ്നമുണ്ട്. നമ്മൾ എപ്പോഴും അങ്ങനെയാണല്ലോ, കൈയക്ഷരം ശരിയാവാഞ്ഞാൽ പേനനെ കുറ്റം പറയുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഇതിനെ അങ്ങനെ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് ഇതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും എന്ന് വിശ്വസിക്കല്ല വേണ്ടത്. നമുക്ക് ഇതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചിറങ്ങുമ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് പിന്നീട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇഷ്കാരം, ഇനി ഇതുകൊണ്ടാണോ ഇത് സംഭവിച്ചത് എന്നുള്ള പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഒരുപാട് ആളുകൾ വീടെടുക്കാൻ മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണിത്. നമ്മൾ എന്ത് പരിഗണിക്കും, എങ്ങനെ പരിഗണിക്കും, അല്ലെങ്കിൽ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആപ്റ്റാണെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങളെ സാഹചര്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അനുസരിച്ച് ഉള്ള ഒരാളെ നിങ്ങൾ സമീപിക്കാം. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്താം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അള്ളാഹു നമുക്ക് നേർവഴി കാണിച്ചു തരട്ടെ. നമ്മുടെ സംരംഭങ്ങളിലും നമ്മളെടുക്കുന്ന വീടുകളിലൊക്കെ അള്ളാഹു നമുക്ക് ബർക്കത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. സന്തോഷത്തോടും സംതൃപ്തിയോടുള്ള ജീവിക്കാനുള്ള മനസ്സും സൗകര്യങ്ങളും അള്ളാഹു ഒരുക്കി തരട്ടെ. ആമീൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. പറ്റുമെങ്കിൽ ഒരു ഐപ്പും കൂടി ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.